ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വേനൽ ചൂടിന് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ ഒരു പച്ചമാങ്ങ ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോമാങ്ങയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു മാങ്ങയ്ക്ക് കോമാങ്ങ എന്നാണ് പേര് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മാങ്ങൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്ക് എല്ലാ പച്ചമാങ്ങ വെച്ചിട്ടും ജ്യൂസ് അടിക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇളവർമാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മാങ്ങ കുറച്ച് മൂത്ത് പോയിട്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. മൂക്കാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് തൊലി കൂട്ടി അടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത്ര മൂപ്പുള്ള മാങ്ങ അടിക്കുന്നതിനേക്കാൾ നല്ല ഒരു പാകം ആകുന്ന മാങ്ങ അടിക്കുന്ന കേട്ടോ. ഒരു പച്ച കളറിൽ തന്നെയുള്ള ഇത് കുറച്ചൊരു പഴുപ്പ് വരാനുള്ള പാകമായിട്ടുണ്ട്. ഈ ഒരു മാങ്ങേനേക്കാട്ടും ടേസ്റ്റ് കൂടുതലുണ്ടാവുക ആ പച്ചപ്പ് തന്നെ അടിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഇത് പൊങ്ങി നിൽക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മാങ്ങ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നല്ല തണുപ്പിച്ച വെള്ളമാണ് കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി നമുക്കിത് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഐസും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനി കൂടുതലായിട്ട് മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. നല്ലൊരു ജ്യൂസ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയില ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പുളിയും മധുരവും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ജ്യൂസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ജ്യൂസാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല തണുപ്പിക്കാൻ ആവശ്യമായൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇളവർമാങ്ങ ഉണ്ടെങ്കിൽ ആ ഒരു മാങ്ങ വെച്ച് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ.